നമസ്കാരം. ഓം ഓം കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശൂർപ്പണഖ ചെന്ന് സങ്കടം ഉണർത്തിച്ചതനുസരിച്ച് തന്നെ വിരൂപയാക്കിയതാണ് ലക്ഷ്മണനും രാമനും എന്ന് അറിയിച്ചതനുസരിച്ച് ഖരൻ 14 രാക്ഷസന്മാരോടുകൂടി രാമനോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. രാമൻ നിഷ്പ്രയാസം ഖരൻ്റെ കൂടെയുള്ള 14 പേരെയും തൻ്റെ ബാണങ്ങൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഇത് കണ്ടിട്ട് ശൂർപ്പണയ്ക്ക് വലിയ അതിശയവും സങ്കടവും തോന്നി. ഇത്രയും ശക്തരായ രാക്ഷസന്മാരെ എങ്ങനെയാണ് രാമൻ ഒറ്റയ്ക്ക് നിഗ്രഹിച്ചത് എന്നവൾ ആശ്ചര്യപ്പെടുന്നു. എന്നിട്ട് ഖരനോട് ചെന്ന് വിവരങ്ങളെല്ലാം പറയാനായിട്ട് ഖരൻ്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ ഖരൻ ചോദിക്കുന്നു, നീ എന്തിനാണ് വീണ്ടും അലറി വിളിച്ചു വന്നിരിക്കുന്നത്? ഞാൻ രാമനെ തോൽപ്പിക്കാൻ എൻ്റെ ഭടന്മാരെ അയച്ചതാണല്ലോ, പിന്നെ എന്തിനാണ് നീ പിന്നെയും നിലവിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വിവരങ്ങൾ ശൂർപ്പണഖ വിവരിച്ചു പറയുന്നു. ആ 14 പേരെയും രാമൻ നിഷ്പ്രയാസം കൊന്നുകളഞ്ഞുവെന്ന് അറിയിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ഏകവിംശ സർഗ 21ാം സർഗത്തിലെ 6ാമത്തെ ശ്ലോകം. ഇത്യേവ മുക്താ ദുർധർഷ ഖരേണ പരിസാന്വിത വിമുജ്യ നയനേ സഹസ്രേ ഖരം ഭ്രാതരമബ്രവീത്. ഖരൻ സാന്ത്വനവാക്കുകൾ പറഞ്ഞത് കേട്ട് ആർക്കും അടക്കാൻ കഴിയാത്ത കണ്ണീർ നിറഞ്ഞ കണ്ണുകൾ രണ്ടും തുടച്ച് അവൾ ഭ്രാതാവായ ഖരനോട് പറഞ്ഞു. ശ്ലോകം 7. അസ്മീദാനീമഹം പ്രാപ്ത ഹതശ്രവണനാസിക ശോണിതൗഘ പരിക്ലിന്ന ത്വയാജ പരിസാന്വിതാം. കാതും മൂക്കും ചെത്തിക്കളയപ്പെട്ട് ചോരയൊലിച്ച് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. ഭവാൻ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 8. പ്രേഷിതാക്ഷത്വയാ ശൂര രാക്ഷസാസ്തേ ചതുർദശ നിഹന്തും രാഘവം ഘോരം മത്പ്രിയാർത്ഥം സലക്ഷ്മണം. ശ്ലോകം 8ൻ്റെ അർത്ഥം. ഭവാൻ ശൂരന്മാരായ 14 രാക്ഷസന്മാരെ അയച്ചു തന്ന് ഘോരനായ രാമനെയും ലക്ഷ്മണനെയും വധിക്കുന്നതിനും അങ്ങനെ എൻ്റെ ഇഷ്ടം നടത്തുന്നതിനും വേണ്ടി ശ്രമിച്ചു. ശ്ലോകം 9. തേതു രാമേണ സാമർഷ ശൂലപട്ടിശപാണയഃ സമരേ നിഹതാ സർവം സായകൈർമർമഭേദിഭിഃ. ശ്ലോകം 9ൻ്റെ അർത്ഥം. എന്നാൽ ക്രുദ്ധരായി ശൂരവും പട്ടിശവും കയ്യിലേന്തിച്ചെന്ന അവരെ എല്ലാവരെയും മർമ്മഭേദികളായ അമ്പുകളെയ്ത് യുദ്ധത്തിൽ രാമൻ കൊന്നുകളഞ്ഞു. ശ്ലോകം 10. താൻ ഭൂമൗ പതിതാൻ ദൃഷ്ട്വാ ക്ഷണനൈവ മഹാജവാൻ രാമസ്യ ച മഹത്കർമ്മ മഹാസ്താസോ ഭവൻ മമ. മഹാവേഗമുള്ളവരായ അവരെ ക്ഷണനേരം കൊണ്ട് വീഴ്ത്തിയ
രാമൻ്റെ മഹാവീര്യത്തോടെയുള്ള പ്രവൃത്തി കണ്ട് എനിക്ക് വല്ലാതെ ഭയപ്പാടുണ്ടായി. ശ്ലോകം 11. വിഷാദനക്രാധ്യുഷിത പരിത്രയസോർമിമാലിനി കിം മാം നത്രായസേ മഗ്നാം വിപുലേ ശോകസാഗരേ. ക്ഷമിക്കണം, ഇപ്പോൾ ചൊല്ലിയത് 12ാമത്തെ ശ്ലോകമാണ്. 11 ചൊല്ലേണ്ടിയിരുന്നത്. ശ്ലോകം 11. സാസ്മി ഭീതാ സമുദ്വിഗ്നാ വിഷണ്ണാ ച നിശാചര ശരണം ത്വാം പുനഃപ്രാപ്ത സർവതോ ഭയദർശിനി. അങ്ങനെ പേടിച്ചരണ്ട് വിഷണ്ണയായി ഞാൻ വീണ്ടും നിന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. നിശാചര, എല്ലായിടത്തും ഞാൻ ഭയഹേതുക്കൾ കാണുന്നു. ശ്ലോകം 12. വിഷാദനക്രാധുഷിതേ പരിത്രാസോർമിമാലിനി കിം മാം നത്രായസേ മഗ്നാം വിപുലേ ശോകസാഗരേ.